എനിക്ക് തോന്നുന്നില്ല ഇനി ഈസിയാവും കാര്യങ്ങളെന്ന്. സിംബാബ്വെ അടുത്ത കളി അറിയാലോ, ഓസ്ട്രേലിയനെ അടിച്ച് ശ്രീലങ്കയിൽ അടിച്ചിട്ട് വരിക. അത്ര ആത്മവിശ്വാസത്തിലാണ് വരുന്നത്. സിക്കന്ദർ റാസയൊക്കെ അമ്മരക്കിടിലം ഫോമിലാണ്. ചെന്ന് കയറി കൊടുക്കുക. ഇതേ അഭിഷേക് ശർമ്മേനെയും തിലക് വർമ്മേനെയൊക്കെ ടീം മാനേജ്മെൻറ്റ് പറഞ്ഞിട്ടാണ് കളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇറക്കിക്കൊണ്ട് പോകും. റിങ്കു സിങ്ങിനെയൊക്കെ ഒരു മാറ്റം വരുത്തരുത് കേട്ടോ. നിങ്ങളുടെ ചിന്ത എന്തറിയോ, ടീമിന് എന്തെങ്കിലും മാറ്റം വരുത്തി എന്തോ കുറവാണ്, ഇത് എന്തോ ഒരു മോശം കാര്യമാണ് പോലും. പെർഫോം ചെയ്യാത്തവനെയൊക്കെ എടുത്ത് ദൂരെ കളയണം. സഞ്ജു സാംസൺ 1-2 കളിയിൽ പെർഫോം ചെയ്തതിന് എടുത്ത് ദൂരെ കളയാൻ എന്തൊരു ആവേശമുണ്ട്. ആ ആവേശം എന്തുകൊണ്ട് മറ്റുള്ളവർ കാണിക്കുന്നില്ല? യെസ്, അഭിഷേക് ശർമ്മ നമ്പർ 1 ബാറ്റ്സ്മാൻ തന്നെ ആയിരുന്നു. ഫോം ഔട്ടാണ്. നമ്മൾ ഒരിക്കലും പറഞ്ഞില്ല അദ്ദേഹത്തിനെ കൊണ്ട് റിട്ടയർഡ് ചെയ്യിപ്പിച്ച് എന്നേക്ക് വേണ്ടി ടീമിൽ പുറത്താക്കുന്നത്. ഇപ്പം ഫോം അല്ലാത്ത ഒരാളെ ഈ വേൾഡ് കപ്പിലിട്ട് പരീക്ഷിപ്പിക്കാതെ വല്ല ബൈലാട്ടറൽ സീരീസ് ആണ് പോട്ട്. ഫോം അല്ലാതിരുന്ന ആളെ എടുത്ത് മാറ്റി, അല്ലെങ്കിൽ തിലക് വർമ്മേനെ എടുത്ത് മാറ്റി. എന്ത് ഗതികെട്ട അവസ്ഥയാണ്. ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. തോറ്റപ്പം ഇങ്ങനത്തെ ഒരു തോന്നിയ വർത്താനം പറയാമെന്ന് ചിന്തിക്കുകയൊന്നും വേണ്ട. നമ്മൾ ഇന്ത്യ ജയിച്ചുകൊണ്ടിരുന്നപ്പോഴും ഇതേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. കാരണം എന്തോ മിസ്സിങ് ഉണ്ട്. ഇത് കംപ്ലീറ്റ് പെർഫോമൻസ് അല്ല ഇന്ത്യയുടെ. ഇതല്ല ഇന്ത്യയുടെ. ഫീൽഡിങ് അബദ്ധം, ക്യാച്ചിങ് അബദ്ധം, ടോപ്പ് ഓർഡർ അബദ്ധം, 5th ബോളിംഗ് ഓപ്ഷൻ അബദ്ധം. ഇതൊന്നും തിരുത്താതെ ഇത് ലീഗിൽ ഗ്രൂപ്പിലെ പ്രശ്നമാണ്. ഇതൊന്നും തിരുത്താതെ നിങ്ങൾ സൂപ്പർ 8-ലെത്തി 76 റൺസിൻ്റെ ഒരു ഭീമൻ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഇനിയും എങ്ങനെ നിങ്ങൾ മുക്തരാകുമെന്ന് എനിക്ക് പിടിയില്ല. അതായത് ഇന്ത്യയുടെ റൺ റേറ്റ് എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്നതാണ്. -3.80 ആണ്. -3.80. അടുത്ത 2 കളിയും ജയിച്ചാലും റൺ റേറ്റിൻ്റെ കാര്യം ഹൊറിബിളാണ്. സിംബാബ്വെക്കും വെസ്റ്റ് ഇൻഡീസിനും ഓപ്പൺ ഡോർ വന്നേക്കുവാണ്. ആഞ്ഞാഞ്ഞ് പോരാടി കയറാൻ. 2 കളി ജയിച്ചാൽ അവർക്കും സിമ്പിളായിട്ട് സെമിയിലേക്കുള്ള വഴി തുറക്കും. മക്കളെ, ഗീർ വാങ്ങ അടിയെല്ലാം തീർന്നല്ലോ മക്കളെ.